ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് സ്പെഷ്യൽ വൊക്കാബുലറി, അതും ഹിന്ദു വൊക്കാബുലറി പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ്. എപ്പോഴും നമ്മളിത് പഠിക്കുമ്പോൾ ഒരുമിച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. വൊക്കാബുലറിക്ക് മാത്രമായിട്ടൊരു പത്രവായന, കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ടൊരു പത്രവായന പോസിബിൾ അല്ല. സോ നമുക്കിത് മേർജ് ചെയ്ത് വായിക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇന്ന് നമ്മുടെ മുന്നിൽ പത്രമുണ്ട്. ഇന്നത്തെ പത്രം തന്നെയാണ്. സോ നോക്കാം, നമുക്ക് ഓരോ ഹെഡിങ്സ് നമുക്ക് വായിക്കാം. അതിൽ എക്സാം പോയിന്റിൽ റെലവെന്റ് ആയിട്ടുള്ള ഹെഡിങ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പൊ നോക്കുവാണെങ്കിൽ SC സജസ്റ്റ് ടെമ്പററി മുസ്ലിം പ്രയർ സ്പേസ്. എക്സാം പോയിന്റിൽ നമുക്ക് റെലവെന്റ് അല്ല. നമുക്ക് നോക്കാം. എല്ലാ വാർത്തകളും വായിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുക, അല്ലാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. എങ്കിൽ പോലും നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എംഫസൈസ് ചെയ്യുന്നത്. അടുത്ത നോക്കിക്കേ, ഇന്ത്യ ബാൻസ് ഇമ്പോർട്ട് ഓഫ് ഫോഴ്സ്ഡ് ലേബർ പ്രോഡക്ട്സ്. അവിടെ നിൽക്കട്ടെ. ഇന്ത്യ ഇമ്പോർട്ട്സ് ഫ്രം ചൈന സോർ ടു $80 billion. അതും അവിടെ നിൽക്കട്ടെ. ബിഗ് എംബിഷൻസ് ലിറ്റിൽ ഡെലിവറി. മീനിങ് ഡിഫൻസ് ടെക് കൊളാബറേഷൻ കണ്ടിന്യൂസ് ടു എല്യൂഡ് ഇന്ത്യ ആൻഡ് US. ഇത് നമ്മൾ വായിക്കേണ്ട വാർത്തയാണ്, തീർച്ചയായിട്ടും വായിക്കേണ്ട വാർത്തയാണ്. പേജ് 8 നമുക്ക് വായിക്കാം. അടുത്തത് അക്സാസ് ഓൾറൗണ്ട് ഷോ ഗീവ്സ് ഇന്ത്യ ദ ലീഡ്. സ്പോർട്സ് ന്യൂസ് അല്ലേ. ഇത് നമുക്ക് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് അല്ലേ. SC Supreme Court weighs SOP for urgent cases affecting life liberty. എന്താണ് ഈ ഒരു വാർത്തയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ്? അപ്പൊ ഇത് എക്സാം പോയിന്റ് റെലവെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് GK നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ ആദ്യം തന്നെ SOP എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. ഫോറിൻ വേർഡ്സിന്റെ ഒറിജിൻ വരെ ചോദിക്കുന്നു. ഇപ്പം ഒരു ഫോറിൻ വേർഡ് തരുവാണെങ്കിൽ അത് ഏത് ഒറിജിനിലാണെന്നുള്ളത് 2019 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഫുൾ ഫോംസിനൊക്കെ അവിടെ വാല്യൂ ഉണ്ട്. എന്താണ് SOP? SOP എന്ന് പറഞ്ഞാൽ ഈ വാർത്തയിൽ തന്നെ കൃത്യമായിട്ട് കിടപ്പുണ്ട്. ദ സുപ്രീം കോർട്ട് ഓൺ ട്യൂസ്ഡേ അഗ്രി ടു കൺസിഡർ ഫ്രെയിമിംഗ് എ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതാണ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ടു അലൗ സിറ്റിസൺസ് ടു നോക്ക് ദി ഡോർസ് ഓഫ് ദി കോർട്ട് എനി ടൈം, ഡേ ഓർ നൈറ്റ് ഇൻ കേസസ് affecting life and liberty, including illegal detentions, imminent demolition of homes, deportation, custodial violence or other state actions. അതായത് പൊതുവേ നമുക്കൊരു കേസ് മുന്നോട്ട് പോകുന്നൊരു രീതിയുണ്ട്. അത് നമ്മൾ സെഷൻസിനെ അപ്രോച്ച് ചെയ്യും, പിന്നെ നമ്മൾ മുന്നോട്ട് പോയി ഹൈക്കോർട്ടിലേക്ക് എത്തും, അതിനുശേഷമാണ് നമ്മൾ സുപ്രീം കോർട്ടിലേക്ക് എത്തുന്നത്. പക്ഷെ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈഫിനെയും ലിബർട്ടിനെയും ബാധിക്കുന്ന കേസുകൾ. അപ്പൊ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ഏതാണ്? തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ആണ് ലൈഫ് ആൻഡ് ലിബർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആർട്ടിക്കിൾ 21. അപ്പൊ അത് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് കുറച്ചധികം ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം, തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. അതോടൊപ്പം തന്നെ അവിടെ 2 വ്യക്തികളെ കുറിച്ച് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരാൾ സൂര്യകാന്ത്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. വീണ്ടും വളരെ വളരെ റെലവെന്റ് ആണ്, പ്രത്യേകിച്ച് ഹൈക്കോർട്ട് പോലൊരു എക്സാമിന് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ചീഫ് ജസ്റ്റിസിനെ അറിയാതിരിക്കുന്നതിൽ അർത്ഥമില്ല അല്ലെ. സോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് ആണ്. നോട്ട് ചെയ്യുക, അറിയുന്നവർ ഓക്കെ, ഫൈൻ, ഗുഡ്, ഗോ ഹെഡ്. ഇനി അടുത്തതായിട്ട് മറ്റൊരു പേര് അവിടെ കിടക്കുന്നുണ്ട്, തുഷാർ മെഹ്ത, സോളിസിറ്റർ ജനറൽ. അതാരാത് സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം, പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് ഗവൺമെന്റിന് വേണ്ടി കോടതിയുടെ മുന്നിൽ അപ്പിയർ ചെയ്യുന്ന അഡ്വക്കേറ്റ്സ്, അതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ഏറ്റവും താഴെ നമ്മൾ പറയുകയാണെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ്. മുകളിലേക്ക് പോകുമ്പോൾ ആ ഒരു കേസിന്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ഏറ്റവും ടോപ്പിൽ നമുക്കുള്ളത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. തൊട്ട് താഴെയാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. സോ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മെഹ്ത. സോ ആരാണ് അറ്റോർണി ജനറൽ? ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ആർ വെങ്കട്ടരമണിയാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നമുക്കറിയാം, അറ്റോർണി ജനറൽ അറിയാം, സോളിസിറ്റർ ജനറലിനെ അറിയാം അല്ലെ. ഈ 3 പേരുകൾ നമ്മൾ പഠിച്ചു. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ്, ഫണ്ടമെന്റൽ റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. സോ ഈ ഒരു വാർത്തയുടെ സമ്മറി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ലൈഫിനെയും ലിബർട്ടിനെയും ബാധിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നാളെ ഒരു തൂക്കിക്കൊല്ലലുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ അതിന് ഏത് രാത്രിയും കോടതിയെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വാർത്തയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ ഇതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വാർത്ത നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, ഇനി അടുത്തൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഗവൺമെന്റ് സമ്മൺസ് ഇറാഖ് എൻവോയ് ആഫ്റ്റർ മിസൈൽ
ഹിറ്റ് കിൽസ് ഇന്ത്യൻ സെയിലർ. അതവിടെ നിൽക്കട്ടെ, നമുക്കൊരു വലിയൊരു എക്സാം പോയിന്റിൽ നമുക്ക് വിടാം. എന്നാലും നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ, പത്രം വായിച്ചു തന്നെ നോക്കണം. CB2 probe alleged audio clip on 2018 Kerala floods അവിടെ നിൽക്കട്ടെ. LDF moves to sort out deputy LOP issue അതവിടെ നിൽക്കട്ടെ. പിന്നെ നോ ഒബ്ജെക്ഷൻ ടു തന്ത്രി's plea to appoint son TDB അതും അവിടെ നിൽക്കട്ടെ. മുന്നോട്ട് പോകുമ്പോൾ PSC എക്സാമിനേഷൻ ഇറഗുലാരിറ്റീസിനെ കുറിച്ചൊരു വാർത്തയുണ്ട്, നമുക്കത് വീണ്ടും അവിടെ നിൽക്കട്ടെ. ഇനി പക്ഷേ ഈ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഏത് വാർത്തയാണ്? യെസ്, നമ്മളുടെ അനിൽ മേനോന്റെ വാർത്ത അല്ലെ. ഇന്ന് അത്യാവശ്യം റെലവെന്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് അനിൽ മേനോന്റെ വാർത്ത. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം പോവുകയാണ്, ISS-ലേക്ക് പോവുകയാണ്. അപ്പം അവിടെ ആരൊക്കെ ആ ഒരു മിഷനിൽ ആരൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോയൂസ് MS-29 സ്പേസ് ക്രാഫ്റ്റിലാണ് പോകുന്നത്. ഈ വാർത്തയ്ക്ക് ഭയങ്കര റിലവൻസ് ഉണ്ട്. ഈ ഒരൊറ്റ ന്യൂസ് പേപ്പറിൽ തന്നെ 2-3 വാർത്തകൾ നമുക്കതിൽ കാണാം. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഈ വാർത്തയ്ക്ക് റെലവൻസ് ഉണ്ട്. നാസയെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന വ്യക്തി എന്ന് പറയുന്ന ഇന്ത്യൻ ഒറിജിൻ ഉള്ള അനിൽ മേനോനാണ് ഇദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ റോസ്കോസ്മോസ് കോസ്മോനോട്ട്സ് എന്ന് പറഞ്ഞാൽ റഷ്യൻ ആസ്ട്രോനോട്ട്, അതാണ് റോസ്കോസ്മോസ്. റഷ്യയുടെ സ്പേസ് സെന്ററുമായി ബന്ധപ്പെട്ടാണ് റോസ്കോസ്മോസ്. സോ അതുമായി ബന്ധപ്പെട്ട് പയോട്ടി ഡുബ്രോവ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള പേരുകൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. അവരെവിടേക്കാണ്, അവരുടെ മിഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി വീണ്ടും കാഷ്യൂ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ടെൻഡേഴ്സ് റിവൈസ്ഡ് അപ്പോളജി ബിഫോർ കേരള ഹൈക്കോർട്ട് അവിടെ നിൽക്കട്ടെ. BJP കൗൺസിലർ റീടേക്സ് ഓത്ത് ഇൻസൈഡ് പ്രസന്റ്. അതും എന്താ പറയുക, ഒരു പക്ഷേ നിങ്ങൾക്കൊരു വ്യൂ പോയിന്റിൽ ചോദിക്കാം അല്ലേ, എന്തുകൊണ്ട് പ്രിസൺ ഇൻമേറ്റ്സ് തടവ് പുള്ളികൾക്ക് വോട്ടവകാശമില്ല, ബട്ട് ദേ ക്യാൻ കോമ്പീറ്റ് അല്ലേ. അതിനെക്കുറിച്ച് നിങ്ങളുടെ വ്യൂ പോയിന്റ്സ് ഒക്കെ ചോദിക്കാം. അതൊരു ഇൻഡിപെൻഡന്റ് വ്യൂ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ആരെയും ഹേർട്ട് ചെയ്യാത്ത വിധത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മാനിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇനി സ്റ്റേറ്റ് പ്ലാൻസ് 300 നെഹ്റു സെന്റേഴ്സ് ടു പ്രൊമോട്ട് സയന്റിഫിക് ടെമ്പർ, അതും അവിടെ നിൽക്കട്ടെ. ആൻഡ് 18th IDS-FFK. എന്താണ് IDS-FFK എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതൊന്നുമല്ല. ബട്ട് 18th ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. അപ്പൊ IDFFK എന്താണ് എന്നുള്ളത് ആ ഒരു അബ്രിവേഷനിലുണ്ട്. എന്താണ്? ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. അതൊന്ന് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ന്യൂസ് ആണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ന്യൂസിന് നമുക്ക് പ്രാധാന്യമില്ല, പക്ഷെ ഈ പ്രാഗ്മാറ്റിക് എന്ന് പറയുന്ന വാക്ക് എത്രയോ എന്താ പറയുക എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. ഹീസ് വെരി പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന, അതാണ് പ്രാഗ്മാറ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് വീണ്ടും തിരുവനന്തപുരം ലീക്ക് ഇൻ ഗ്യാസ് പൈപ്പ് ഡ്യൂറിംഗ് റോഡ് വർക്ക് ട്രിഗേഴ്സ് പാനിക്. ജാക്കോബൈറ്റ് ചർച്ച് റീട്രേറ്റ്സ് കോൾ ഫോർ ടോക്ക് സീക്സ് ആൻഡ് ടു ലിറ്റിഗേഷൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആൻഡ് വീണ്ടും കേരള വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. LDF lays groundwork for CPI CPM detente. What is the meaning of this word detente? ഇതൊരു ഇവിടെ നിങ്ങൾ 2024 മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, അതിന് തൊട്ട് വർഷം മുമ്പ് നടന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള ഫോറിൻ വേർഡിന്റെ മീനിങ് മാത്രമല്ല അവർ ചോദിച്ചിട്ടുള്ള, ഒറിജിൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ ഫോറിൻ വേർഡ്സിന്റെ ഒറിജിൻ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. സോ ഡിറ്റൻറ്റെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഒറിജിൻ ഉള്ള ഫോറിൻ വേർഡ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്ട്രെസ് റിലീഫ്, അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് എന്നൊരു വാക്കാണ്, അർത്ഥമാണ് ആ ഒരു വാക്കിന് വരുന്നത്. സോ അതൊരു ഫോറിൻ വേർഡാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേർഡാണ്. ആ ന്യൂസ് വലിയൊരു ഇമ്പോർട്ടൻസിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി അടുത്ത ഡിഡിൻ ഹ്യൂമിലേറ്റ് സ്റ്റുഡന്റ് വോണ്ട് സീക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ ഉണ്ട്. പിന്നെ സുനീസ് പ്ലീ ടു സസ്പെൻഡ് ജയിൽ ടേം. പിണറായി കൗണ്ടേഴ്സ് UDF ക്ലെയിംസ് ഇൻ വൈറ്റ് പേപ്പർ. എന്താണ് ഈ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഇസ് വൈറ്റ് പേപ്പർ? ധവളപത്രം. എന്താണത്? അതായത് ഒരു ഗവൺമെന്റ് മാറി അടുത്തൊരു ഗവൺമെന്റ് വരുമ്പോൾ പ്രീവിയസ് ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതുവരെ ഖജനാവിൽ ഇത്രയുണ്ട്, ഇതൊക്കെയാണ് കറന്റ് ഫിനാൻഷ്യൽ സിനാരിയോ എന്ന് നമ്മളുടെ പുതിയ മിനിസ്ട്രി കയറുമ്പോൾ അവർ വെക്കുന്നതാണ് വൈറ്റ് പേപ്പർ. അവർ തരുന്ന ഡീറ്റെയിൽസ് ആണ് വൈറ്റ് പേപ്പർ. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഈ വൈറ്റ് പേപ്പറിന് ഇത്രയും റെലവൻസ് വരുന്നത്? കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഇപ്പം പിണറായി സർക്കാരിന്റെ നമുക്കറിയാം 2 ടെന്യൂറിലുണ്ടായിരുന്നു. ഈ 2 ടെന്യൂറിൽ അവർ വന്നപ്പോഴും ഈ പറയുന്ന വൈറ്റ് പേപ്പർ ഒരു പ്രാവശ്യം അവർ തന്നെയാണ് അവരെ സക്സീഡ് ചെയ്തത്, അതുകൊണ്ട് വേണ്ട. അതിന് മുൻപാണെങ്കിലും വൈറ്റ് പേപ്പർ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇപ്രാവശ്യം നമ്മുടെ ധവളപത്രം കൊണ്ടുവന്നു. ഇതാണ് കറണ്ട് സിനാരിയോ എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ വൈറ്റ് പേപ്പർ എന്ന് പറയുന്ന ടേം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കണ്ടോ, വീണ്ടും അനിൽ മേനോന്റെ ഹിസ്റ്റോറിക് ISS ജേർണിയെ കുറിച്ച് പറയുന്നുണ്ട്. സോ പ്ലീസ് ഡു റീഡ് ഇറ്റ്. ഓക്കെ, പ്ലീസ് ഡു റീഡ് ഇറ്റ്. ഇനി നോ എൻഡ് ടു ഇംപാസെ ഇൻ അമ്മ ആസ് റൈവൽ ക്യാമ്പ് സ്റ്റിക് ടു ദെയർ സ്റ്റാൻഡ്സ്. ഇതിനകത്ത് അമ്മയുടെ ന്യൂസിനല്ല പ്രാധാന്യം, പക്ഷേ ഈ വാക്കിന് പ്രാധാന്യമുണ്ട്. ഇംപാസെ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇംപാസെ? ഡെഡ്ലോക്ക്, അല്ലെങ്കിൽ വല്ലാതെ തടസ്സപ്പെടുത്തുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, എക്സാം പോയിന്റിൽ ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി പ്രിലിംസിന് അടക്കം ചോദിച്ചിട്ടുണ്ട് ഈ വാക്ക്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതാ സൗത്ത് ന്യൂസ് ആണ് ഇനി വരുന്നത്. ചെക്ക് ചെയ്യാം നമുക്ക് എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ളത് ഉണ്ടോ എന്നുള്ളത്. 4-year fall from shopping complex, 1.373 kg of ganja seized in AP. അതൊക്കെ നമുക്ക് പോട്ടെ. ഇവിടെ കണ്ടോ, യൂണിയൻ ഗവൺമെന്റ് ബാൻസ് ഹെർബിസൈഡ് പാരാക്വേറ്റ്. ആ വേർഡ് നമ്മൾ പഠിക്കണം അല്ലെ. അതായത് കളനാശിനി, അതാണ് ഈ ഹെർബിസൈഡ് എന്ന് പറയുന്നത് അല്ലെ. സോ യൂണിയൻ ഗവൺമെന്റ് ബാൻ ചെയ്ത ഹെർബിസൈഡിന്റെ പേരാണ് എന്ത്, പാരാക്വാത്ത് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും എന്താ പറയാ, അത് സെൽഫ് ഹാമിംഗ് ആണ്. അതിന്റെ റീസൺസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ഇതും നമ്മൾ ആ പേര്, ഈ പറയുന്ന ഹെർബിസൈഡിന്റെ പേര് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ചെറിയ ചെറിയ വാക്കുകൾ കണ്ടാൽ നിങ്ങൾ അത് എന്താണെന്ന് എൻക്വയറി ഒന്ന് ജസ്റ്റ് നോക്കിക്കുക. അപ്പൊ VACB എന്ന് പറഞ്ഞാൽ എന്തുവാണ്, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ. അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ജസ്റ്റ് ആ വാർത്ത വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫുൾ ഫോം കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചേക്കുക. അടുത്തത് നമ്മുടെ എഡിറ്റോറിയൽ ആണ് കേട്ടോ. നിർബന്ധമായിട്ടും നിങ്ങൾ വായിക്കേണ്ട ഭാഗമാണ്. നമ്മുടെ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് വരുന്നുണ്ട്. ഇതെങ്ങനെ വായിക്കാം എന്ന് ചോദിച്ചാൽ ഇതിന്റെ മെയിൻ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ നമുക്ക് എന്ത് വേണം, വൊക്കാബുലറി നമ്മൾ അറിയണം. ഈ ഒരു എഡിറ്റോറിയൽ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. എന്നിട്ട് വേണം പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. സോ ഈ ഒരു വാർത്ത, ഡിസ്ട്രപ്റ്റീവ് റൈസ് ഓഫ് ഇന്ത്യാസ് ന്യൂ പൊളിറ്റിക്കൽ ജനറേഷൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സമ്മറി എന്നുള്ളത് ആദ്യം അറിയണം. അപ്പം നിങ്ങളിത് വായിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞുതരാം. ഡിസ്ട്രപ്റ്റീവ് റൈസ് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്താണ്? ആ ഡിസ്ട്രപ്റ്റീവ് എന്ന് പറയുന്ന വേർഡിന് തന്നെ പ്രാധാന്യമുണ്ട്. അതായത് കൺവെൻഷനിൽ നിന്നും മാറി, അതായത് പഴയതിൽ നിന്നും മാറി, ട്രഡീഷണലിൽ നിന്നും മാറിയിട്ട്, ട്രഡീഷണൽ പഴയ മെത്തേഡ്സിൽ നിന്നും മാറി പുതിയ രീതിയിൽ പൊളിറ്റിക്കൽ ജനറേഷൻസിന്റെ ഒരു ഉയർപ്പ്, അതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇവിടെ പറയുന്നത്. അതായത് കൺവെൻഷണൽ രീതികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ട് റാലീസ്, ന്യൂസ് പേപ്പേഴ്സ്, ടെലിവിഷൻ, പാർട്ടി ഹൈറാർക്കി, ഇതിനൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നിടത്ത് നിന്നും ഇന്ന് എങ്ങോട്ട് മാറി? പോഡ്കാസ്റ്റ് വന്നു, സോഷ്യൽ മീഡിയ വന്നു, പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ്, ലൈവ് സ്ട്രീംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു. അവിടെ കുറച്ചും കൂടി ട്രാൻസ്പെറൻസിയാണ് യൂത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഒതന്റിസിറ്റിയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ആക്സസിബിലിറ്റി, റെസ്പോൺസിവ്നെസ്. പണ്ട് നമ്മൾ സിറ്റിസൺസ് ഇൻ വെയിറ്റിംഗ്, അങ്ങനെ ഒരു പദം തന്നെ അവിടെ പറയുന്നുണ്ട്. സിറ്റിസൺസ് ഇൻ വെയിറ്റിംഗ് എന്നാണ് യൂത്തിനെ പറയുന്നതെങ്കിൽ അവിടെ നിന്നും മാറി ഇന്ന് അവർ ആക്റ്റീവ്ലി ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണെങ്കിൽ അവർ ഇൻഫ്ലുവൻഷ്യൽ ആവുകയാണ് പൊളിറ്റിക്സിൽ. എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ആണ്. ഇപ്പം നമ്മുടെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ വിജയെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ വരുന്നുണ്ട്. പുതിയ പൊളിറ്റിക്കൽ ഭാഷ, രാഷ്ട്രീയ ഭാഷയെക്കുറിച്ചാണ് ഈ ഒരു എഡിറ്റോറിയലിൽ സംസാരിക്കുന്നത്. ഡിസ്ട്രപ്റ്റീവ് റൈസ് നമ്മൾ കണ്ടു. അതിനുശേഷം ഈ ഒരു എഡിറ്റോറിയൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡെമോഗ്രാഫിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഡെമോഗ്രാഫിക് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ. ഡെമോ, പീപ്പിൾ അല്ലെ. ഇപ്പൊ ഡെമോക്രസി എന്ന് പറയുന്നത് ഗവൺമെന്റ് ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ ഓഫ് ദി പീപ്പിൾ. സോ ഡെമോ എന്ന് പറയുമ്പോൾ നമ്മൾ പീപ്പിൾ എന്ന് ആലോചിക്കുക. സോ ഡെമോഗ്രാഫിക് മീൻസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ. ഇനി ഇതാ റീകാലിബ്രേറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് വരുന്നൊരു വേർഡാണ് അല്ലെ. റീകാലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുക. കാലിബ്രേഷൻ ഇപ്പം നമ്മൾ വർക്ക്ഷോപ്പും ലാബും ഒക്കെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഒരു ഡിവൈസ്, വെർനിയർ കാലിപ്പർ ഒക്കെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യും, അതായത് അഡ്ജസ്റ്റ് ചെയ്യും. റീകാലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ പാർട്ടീസ് ടു റീകാലിബ്രേറ്റ് ആൻഡ് റീഡിഫൈൻ, വീണ്ടും അവരുടെ പോളിസീസിനെയും അവരുടെ കാര്യങ്ങളെയും റീഅഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരുന്ന മറ്റൊരു വാക്ക്. പിന്നെ അവിടെ വരുന്ന ഈ ഒരു പാസേജ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പുതിയ പുതിയ വാക്കുകൾ ഒരുപാട് കിട്ടുന്ന ഒരു പാസേജ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഇതാണ്. കണ്ടോ, അഡാപ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. അഡാപ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വേർഡാണ്. അഡാപ്റ്റ് എന്താണ്? സറൗണ്ടിങ്ങുമായിട്ട് ഒത്തുപോവുക. സോ വാട്ട് ഇസ് അഡപ്റ്റ്? അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിൽഫുൾ എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. സ്കിൽഫുൾ, മനസ്സിലായോ? ഒറ്റ വാക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. അഡാപ്റ്റ് ഉണ്ട്, അഡപ്റ്റ് ഉണ്ട്, അഡോപ്റ്റ് ഉണ്ട്. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ദത്തെടുക്കുക. കേട്ടോ, ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്, കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രിവോലിയസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഫ്രിവോലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സീരിയസ് അല്ലാത്തത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യ US ഡിഫൻസ് ടെക് ടൈസ്, ബിഗ് അംബിഷൻസ് ലിറ്റിൽ ഡെലിവറി. തീർച്ചയായിട്ടും ഇത് വായിക്കേണ്ട ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു
ഇത് തന്നെയാണ്, എഡിറ്റോറിയൽ പാർട്ട് തന്നെയാണ്. ഇവിടെ കൃത്യമായിട്ട് GKയും നമുക്ക് കിട്ടുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിഫൻസ് ആക്സലറേഷൻ എക്കോസിസ്റ്റം Index X launched in 2023 to link defense startups, academia and industry. Likewise generated enthusiasm but has yet to produce noteworthy co-development outcomes. അപ്പോൾ India United States Defense Acceleration Ecosystem Index X അത് നിങ്ങൾ ഈ ഒരു എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. കണ്ടോ, വീണ്ടും ഒപ്പീനിയൻ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് വായിക്കേണ്ട ഭാഗമാണ്. എക്സാം പോയിന്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കാം, നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസും ഒക്കെ വരുന്നുണ്ട്. ഇതിലൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് പറയുന്നില്ല. ആൻഡ് ഫൈനലി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത് ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് വരുന്നൊരു വാർത്തയാണ്. സോ ഡെഫിനറ്റ്ലി വായിക്കുക. ആൻഡ് ഇവിടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് Can't English be considered an Indian language? Ask top court. നമുക്കറിയാം, ഇപ്പോൾ CBSE സ്റ്റുഡൻസിന് 3 ഭാഷ 10ാം ക്ലാസ്സിൽ നിർബന്ധമായിട്ടും എഴുതണോ, 2 ഭാഷ എഴുതണോ, ഇതിനെ ചൊല്ലി അത്യാവശ്യം നല്ല രീതിയിൽ ഡിബേറ്റ്സ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പം പാരൻസിൻ്റെ സൈഡിൽ നിന്നായാലും കുട്ടികളുടെ സൈഡിൽ നിന്നാലും ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നാലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്. അത് ഇംഗ്ലീഷ് മാത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൻഡ് നേറ്റീവ് ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ മതിയോ? ഹിന്ദി, സാൻസ്ക്രിറ്റ് ഇങ്ങനെയുള്ള ലാംഗ്വേജസിൻ്റെ ഇൻക്ലൂഷനെ കുറിച്ച് മാത്രമല്ല, അത് ബോർഡ് എക്സാമിന് എങ്ങനെ അവർ CBSEയിൽ ഇൻക്ലൂഡ് ചെയ്യണം, എങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. സോ അത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റിങ്ങിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. ആൻഡ് ബിസിനസ്സിനകത്ത് ഒരുപാട് ഇപ്പം ഇൻഫ്ലേഷൻ്റെ ഈ ഒരു പെർസെൻറ്റേജ് ഒന്നും ചോദിക്കണം എന്നില്ല, ബട്ട് വാട്ട് ഇസ് ഇൻഫ്ലേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിന്നെന്താ, വാട്ട് ഇസ് WPI, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. കണ്ടോ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ളത് ആ ഒരു ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതായിരിക്കും. ആൻഡ് മുന്നോട്ട് പോകുമ്പോൾ വേൾഡ് ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് വായിച്ചു നോക്കുക. വീണ്ടും അനിൽ മെനോന്റെ വാർത്ത ഇവിടെ വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. സ്പോർട്സിലാണെന്നുണ്ടെങ്കിൽ ഫിഫ വേൾഡ് കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വെച്ച് നടക്കുന്നു, ഏതെല്ലാം രാജ്യങ്ങളാണ് അതിനെ ഹോസ്റ്റ് ചെയ്യുന്നത്, പിന്നെ എന്താ പറയുക, അതിൻ്റെ ഇപ്പം നമ്മുടെ ഫൈനലിസ്റ്റിലോട്ട് എത്തിയിട്ടില്ല. ഫൈനലിസ്റ്റിലോട്ട് എത്തുമ്പം അവിടെയും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ മുന്നോട്ട് വരുമ്പം ഇതെല്ലാം ന്യൂസ് ആണ്, നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റൊണാൾഡോൻ്റെ ന്യൂസ്, ഇതും നിങ്ങൾ വായിക്കുക. ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇത് വായിക്കാതെ പോകുകയോ ചെയ്യരുത് കേട്ടോ. വൈ സയൻറ്റിസ്റ്റ് വാച്ച് ദ ജീൻ ഹോപ്പ് ഫ്രം എ പ്രെഡേറ്റർ ഇൻ ടു ഇറ്റ്സ് പ്രേ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ വായിക്കുക. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും നിങ്ങൾ വായിച്ചു പോകണം. എന്താണെന്നൊരു സമ്മറി എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് വീണ്ടും വരുന്നു. വാട്ട് ഇസ് മീൻ ബൈ ട്രയൽ ഇൻ ആബ്സെൻഷ്യ, വെരി ഇമ്പോർട്ടൻറ്റ്. ട്രയൽ ഇൻ ആബ്സെൻഷ്യ, നിങ്ങളുടെ എക്സാം ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആണ്. സോ ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഇതിനകത്ത് ട്രയൽ ഇൻ ആബ്സെൻഷ്യ എന്ന് പറയുന്നതിനെ കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പോൾ സെക്ഷൻ 356 ഓഫ് BNSS കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇവിടെ എന്താ പറയുന്നത്, പേഴ്സൺ ഡിക്ലെയർഡ് എ പ്രൊക്ലെയിംഡ് ഒഫൻഡർ ഹാസ് എബ്സ്കോണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാണാണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അറിവില്ലാതെ ആവുന്ന സ്റ്റേജ്. ട്രയൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് അയാൾ മാറുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രയൽ കണ്ടക്ട് ചെയ്യുന്നത് അയാളുടെ ആബ്സെൻഷ്യയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അയാളുടെ ഭാഗം എപ്പോൾ കേൾക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഈ വാർത്തയിൽ പറയുന്നത്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വായിക്കേണ്ട വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗഗൻയാൻ, ഇന്ത്യാസ് ഫസ്റ്റ് മാൻ മിഷൻ, അതിൻ്റെ പ്രോഗ്രസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഇങ്ങനെയുള്ള ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പത്രം വായിക്കുക, അതോടൊപ്പം തന്നെ വേർഡ്സ് മനസ്സിലാക്കുക. വേർഡ്സ് ഒരു ദിവസം ഒരു 10ഓ 12ഓ വാക്കുകൾ നിങ്ങൾ ഈ ഒരു വൊക്കാബുലറിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സോ ഈ രീതിയിലാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പഠിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതിന് ബേസ് കിടക്കുന്നത് നമ്മുടെ 50 മാർക്ക് ഇംഗ്ലീഷ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മളുടെ എന്ത് വരുന്നുണ്ട്, അതർ സബ്ജക്ട്സ്, മാത്സ് വരുന്നുണ്ട്, GK വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പത്രവായന. സോ ഹിന്ദു ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് വായിക്കുക. അതിൻ്റെ കോണ്ടന്റ് മാത്രമല്ല, വൊക്കാബുലറി എഴുതി പോവുക. ഡെയിലി ഒരു ടാർഗറ്റ്, നിങ്ങൾ 20 വേർഡ്സ് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ നോട്ടിൽ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഒരു 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റപ്പിനുള്ള വൊക്കാബുലറി കിട്ടും, നിങ്ങളുടെ സിനോണിംസ് ആൻറ്റണിംസിൻ്റെ പാർട്ട് ടാക്കിൾ ചെയ്യാനുള്ള വൊക്കാബുലറി കിട്ടും. കാരണം ഇതിൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് പഠിച്ചു പോകും.
കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച്, നമ്മുടെ പുതിയ ബാച്ച് ഞങ്ങൾ അനൗൺസ് ചെയ്യാണ്. കാരണം ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓവർവെൽമിങ് സക്സസ് ആണ്. അത് വളരെ റിച്ച് സ്റ്റുഡൻസോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്നു. സോ നമ്മുടെ സെക്കൻഡ് ബാച്ച് ഞങ്ങൾ അനൗൺസ് ചെയ്യുവാണ്. പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്താണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കോഴ്സിലൂടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ കുട്ടികളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഹിന്ദു വൊക്കാബുലറി, കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് സിലബസ് വൈസ് ക്ലാസ്സസ്, ലൈവ് സെഷൻസ്, മോഡൽ എക്സാംസ്, മോക്ക് എക്സാംസ്, റൈറ്റപ്പ് ഇവാലുവേഷൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റപ്പ് തന്നെയാണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റപ്പിനെ 1-on-1 ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ഇഷ്യൂസ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ഇതാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ന് കേരളത്തിലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിൽ ഏറ്റവും കൂടുതൽ റാങ്ക് ബാഗ് ചെയ്തിട്ടുള്ള സ്ഥാപനം മറ്റൊന്നുമല്ല, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറാണ്. സോ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്.